വെൽക്കം ടു ക്യൂരിയോസിറ്റി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കുറേ ആൾക്കാർ ഞങ്ങളുടെ പേഴ്സണലായിട്ടും അല്ലാതെയുമായിട്ടുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ചു. അതായത് എങ്ങനെയാണ് നിങ്ങൾ തമ്പനെയിൽ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. സോ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറേ യൂട്യൂബ് ചാനൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മെയിനായിട്ട് നേരിടുന്നൊരു പ്രശ്നം, അവരെ തമ്പനെയിലൊന്നും ഒരു കുറച്ചൊരു നോർമൽ രീതിയിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ രീതിയിൽ അവർക്കത് പ്രശ്നമാകുന്നുണ്ട്. കാരണം ചിലപ്പോൾ സൈസ് കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ വെക്കുമ്പോൾ ഫോട്ടോസ് റെഡി ആവില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിമ്പിൾ വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ മെയിൻലി 2 വേയിലാണ് ഞങ്ങൾ ചെയ്യാറ്. അതിൽ ഫസ്റ്റത്തെ വേ ഒന്ന് നേരെ ഫോട്ടോഷോപ്പാണ്. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഫോട്ടോഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഇല്ല, മൊബൈലുള്ളൂ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാനിതിൽ ടൈം ഇടാം. ആ ടൈമിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കറക്റ്റ് അവിടുന്ന് മുതലുള്ള മൊബൈൽ കാണാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക. സോ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം കൺസെപ്റ്റ് വേണം. അതായത് നിങ്ങളെ വീഡിയോ എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ് വേണം. അതായത് നിങ്ങളെ വീഡിയോ ഇപ്പോൾ കുക്കിംഗ് ആണോ അതോ എന്താണ്. അപ്പോൾ ഞങ്ങൾ ഇടാൻ പോകുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടൊരു വീഡിയോ അതിൻ്റെ തമ്പനെയിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ട, അപ്പോൾ എനിക്ക് വേണ്ടത് ചിന്തിക്കുന്ന ഒരു ഓർമ്മ അല്ലെങ്കിൽ മറവി എന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കണത് ഒരു ബ്രെയിൻ്റെ പിക്ചർ വേണം. ഒരു ബ്രെയിൻ്റെ പിക്ചറിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ടുള്ള ടൈപ്പിലൊരു പിക്ചർ വരികയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ആദ്യം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വേണം, എങ്ങനെയാണ് തമ്പനെയിൽ വരുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എലമെൻറ്റ്സ് വേണമെന്ന് കരുതുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കരുതുന്നത് ഞാനതിൽ കാണിച്ചു തരാം. ഞാൻ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ കണ്ടോളൂ. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് തമ്പനെയിൽ. ഓക്കെ, ഇനി നമുക്ക് അതിലേക്കുള്ള എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ അതിൽ വെക്കുന്ന എലമെൻറ്റ്സ്, അതായത് നമ്മളെ ഫോട്ടോ വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെത്ര ആൾക്കാരുള്ള അത്ര ആൾക്കാരുടെ ഫോട്ടോ, അതേപോലെ അതിൽ വേണ്ട എലമെൻറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഞാനിവിടെ പിക്ചേഴ്സിൽ ഞാൻ ഇവിടെ സെലക്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ന്യൂറോ ലിങ്ക് ടൈപ്പുള്ള നെർവിൻ്റെ ലിങ്ക്സും ഒരു പസിൽ ടൈപ്പാണ് എനിക്ക് ആവശ്യം. ആ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് എനിക്കൊരു ഇമേജാണ്, ഒരു എടുത്ത് കാണിക്കുന്ന ഇമേജ് വേണം. അപ്പോൾ ആ ഇമേജ് ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ, നമുക്കറിയുന്ന രീതിയിൽ അറിയുന്ന ഇംഗ്ലീഷിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷൊന്നും അറിയുന്ന രീതി അങ്ങനെയൊന്നും കിട്ടാതൊക്കെ നമുക്ക് എന്താണ് തോന്നുന്നത് ആ ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അയച്ചപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ലോഗോ കിട്ടി. ഈ ലോഗോ എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള ടൈപ്പ് ലോഗോയാണ് വേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുന്ന ടൈപ്പ്, മറവി എന്നുള്ള രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊന്നൊരു നിയോൺ ടൈപ്പ് ഉണ്ടോ നോക്കാം. എനിക്ക് കുറച്ച് ഉദിക്കണ കളർ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നല്ലൊരു ലോഗോ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനങ്ങനെ 2 എലമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഒരു എലമെൻറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി നമുക്ക് ആദ്യം പുതിയൊരു ഇത് തുടങ്ങണം. പുതിയ തമ്പനെയിലിൻ്റെ സൈസ് തരണം. അപ്പോൾ തമ്പനെയിലിൻ്റെ സൈസ് എന്താ വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ, നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാം. അതായത് 1280 1280 720 പിക്സൽസ്, ആ പിക്സൽസ് വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഫോർമാറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പിക്ചർ ആയിട്ടുണ്ട് 720 പിക്സൽസ് ഒരു 1880 പിക്സൽസ്. അതായത് ഹൈറ്റ് 720 പിക്സൽസും വിഡ്ത്ത് 1280 പിക്സൽസും. അപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പുതിയ ഫയൽ തുടങ്ങുമ്പോൾ ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് ഉണ്ടാകും. അത് ഒഴിവാക്കിയിട്ട് ആദ്യം സെൻറ്റിമീറ്ററിൽ പിക്സൽസ് കൊടുക്കുക. കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സൈസിൽ വരും. ഇതാണ് യൂട്യൂബിൻ്റെ തമ്പനെയിൽ സൈസ്. ഇനി ഇതിലേക്ക് നമ്മൾ പ്ലേസ് എംബ്രോയിഡറി ചെയ്തിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണോ അവിടെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ, ഇപ്പോൾ സപ്പോസ് നിങ്ങളത് കറക്റ്റ് ഫിറ്റല്ല, ചെറിയ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി നിൽക്കുക. അങ്ങനെ കൺട്രോൾ ടി വെക്കുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫോം ഫോം വരും. ഇങ്ങനെ കട്ട ലാസ്റ്റ് ഉണ്ട്, സ്ക്വയർ ടൈപ്പായിട്ട് വരും. അതിൽ ഷിഫ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് സൈസായിട്ട് നമുക്ക് സൈസ് കുറയാതൊക്കെ വേണ്ടിയാണ് ഷിഫ്റ്റ് നിൽക്കുന്നത്. അത് വലിച്ചു നീട്ടിയ പോലെ തോന്നാതൊക്കെ വേണ്ടിയാണ് ഷിഫ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് സൈസിൽ നമുക്ക് മുന്നോട്ടും പുറകോട്ടും കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റാക്കിയിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്താൽ ഓക്കെ ഫിക്സഡായി.
ഇനി ഇതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇനി എനിക്ക് ഇതിൽ എലമെൻറ്റ്സ് വേണം. അപ്പോൾ ആദ്യം വേണ്ടത് ഞങ്ങളെ രണ്ടാളെ ഫോട്ടോ ആണ്. ഞങ്ങൾ രണ്ടാളാണ് മീൻസ് എൻ്റെ കൊളീഗിൻ്റെ എൻ്റെ ഫോട്ടോ ആണ് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക, ആദ്യം ആ ഫയൽ എടുക്കുക. അപ്പോൾ ആവശ്യമുള്ള 2 ഫോട്ടോസ് എടുക്കുക. ഇനി ജസ്റ്റ് സൂം ചെയ്തിട്ട് അത് Ctrl+ ആക്കി സൂം ചെയ്യുക. സൂം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അപ്പോൾ ഞാൻ സിമ്പിളി ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറംഭാഗം സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പുറംഭാഗം സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞാൽ മതി, എനിക്ക് വേറെ ഒന്നും ഇതിൽ കളയാനില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ പുറംഭാഗം കളഞ്ഞു. ജസ്റ്റ് മൈന്യൂട്ട് ഇതിപ്പോൾ ഞാൻ മാജിക് വിൻഡ് ടൂൾ, അതായത് ഇവിടെ കാണുന്ന മാജിക് വിൻഡ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് സെലക്ട് ആക്കിയത്. ശരിക്കുള്ള കട്ടിങ് ഇങ്ങനെയൊന്നും പോരട്ടോ. ശരിക്കുള്ള നമ്മൾ മൈന്യൂട്ട് കട്ടിങ് വരെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് അത് വരണം. ഇത് നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് വിട്ടുപോയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് ഇതേപോലെ പിന്നെയും സൂം ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടും. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ സെലക്റ്റാണ് ചെയ്തിട്ടില്ല, ഞാൻ പുറംഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നേരെ ഇൻവേർട്ട് ആക്കുക, അതായത് എന്നെ മാത്രം സെലക്ട് ആക്കുക. അപ്പോൾ Ctrl+Shift+I, അതായത് ഇൻവേർട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി ജസ്റ്റ് എനിക്ക് കട്ട് ചെയ്യാനുള്ളൂ. കട്ട് ചെയ്യാൻ ജസ്റ്റ് ടൂളൊന്നുമില്ല, ജസ്റ്റ് വേണമെങ്കിൽ Ctrl+C അടിച്ച് Ctrl+V അടിച്ചാൽ അപ്പുറത്ത് വരും. അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ, നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ആരോ മാർക്ക് നിൽക്കുക, ആരോ മാർക്ക് നോക്കി ജസ്റ്റ് ഉണ്ടോ കട്ട് ചെയ്തു. ഇനി നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫയലായിട്ടുള്ള ഇവിടെ കൊണ്ടുപോയിടാം. എൻ്റെ ഫോട്ടോത്തിൻ്റെ ഫയൽ വലുതാണ്, അപ്പോൾ എനിക്കിത് അഡ്ജസ്റ്റബിൾ ആക്കണം. അഡ്ജസ്റ്റബിൾ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഞാൻ ഇതിൻ്റെ Ctrl+T ആക്കിയിട്ട് ഇതിൻ്റെ വലുപ്പം കുറച്ചു. ഷിഫ്റ്റ് നോക്കി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ കറക്റ്റ് സൈസ് ചെറുതാവില്ല. ഒരു കറക്റ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉണ്ടോ ഇങ്ങനെയൊക്കെ ആവും. ഇങ്ങനെയെല്ലാം ആയാലും നമുക്ക് കാണാൻ ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ ഷിഫ്റ്റ് നോക്കി കുറക്കുക, അത് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവനെ അടുത്ത എലമെൻറ്റിനെ കട്ട് ചെയ്യാം. സെയിം പ്രകാരം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. നമുക്ക് അറിയണ ഭാഗമായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുന്നു. ഇപ്പോൾ മെയിനായിട്ടുള്ള 2 കാര്യങ്ങളായി. ഇനി ഇവിടെ എഴുതാനുള്ള സ്ഥലം നമ്മളെ മനസ്സിൽ വേണം, ഇത്ര ഗ്യാപ്പ് വേണം. ഇനി നമ്മുടെ മെയിൻ ഭാഗം, അതായത് സാധാ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണെങ്കിൽ ശരിക്കും നമുക്കിതൊക്കെ ഫെദർ ചെയ്ത് കളയണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഫെദർ ചെയ്ത് കളയണം, ഈ വൈറ്റ് വരുന്നതൊക്കെ ഫെദർ ചെയ്ത് കളയണം. കാരണം നോർമൽ ഫോട്ടോ എഡിറ്റിങ്ങിൽ അതൊക്കെ കണ്ടാൽ മോശമാണ്. പക്ഷേ ഈ യൂട്യൂബിൻ്റെ എഡിറ്റിങ്ങിൽ നമുക്കൊന്നുകൂടി സിമ്പിളാക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് സ്ട്രോക്ക് കൊടുത്താൽ യൂട്യൂബിൻ്റെ ആ ടൈപ്പായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ലെയർ പോകുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻസ് പോവുക, സ്ട്രോക്ക് എന്നുണ്ടാവും. ഇതിൽ സ്ട്രോക്ക് നോക്കുക അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് കളറായിരിക്കും, അതിൻ്റെ കളർ മാറ്റുക. ഒപ്പാസിറ്റി കൂട്ടുക, ഫുൾ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് സ്ട്രോക്ക് കളർ കൂട്ടുക. സ്ട്രോക്ക് കളറിൻ്റെ സൈസ് നമുക്ക് കുറച്ച് കൂട്ടാം, കുറച്ചൊരു പൊടിക്ക് നമുക്കിങ്ങനെ കൂട്ടി വെക്കാം. ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് കളർ വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളെ യൂട്യൂബിൻ്റെ ടൈം അപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ എക്സ്ട്രാ വരുന്നതൊന്നും പെട്ടെന്ന് കാണില്ല. കാരണം അപ്പോൾ നമുക്ക് ആ റേഞ്ച് നമുക്കൊരു 9 റേഞ്ച് മതി. 9 നോർമൽ എല്ലാ ഇതിന് ഞങ്ങൾ കൊടുക്കൽ. 9 കൊടുക്കുക. ഇപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് മെയിൻ എലമെൻ്റ് ആഡ് ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ലോഗോ ആഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ ലോഗോ ആഡ് ചെയ്യാം. അപ്പോൾ സ്ട്രോക്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്, സ്ട്രോക്കാണ് തമ്പനെയിൽസിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ എത്തി. ഇനി ജസ്റ്റ് നമ്മളെ ലോഗോ പ്ലേസ് ചെയ്യാം. അപ്പോൾ ലോഗോ ജസ്റ്റ് പ്ലേസ് ചെയ്യാം. ലോഗോ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക, കറക്റ്റ് എത്ര എവിടെ നിങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ലോഗോ ഇവിടെ എടുത്ത് കാണിക്കണില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഒന്നുകൂടി എഡിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഗ്ലോ എഫക്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ജസ്റ്റ് ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഞാനിത് വേണമെങ്കിൽ ഓവർലേ ചെയ്യാം. ജസ്റ്റ് ഗ്ലോ എഫക്റ്റ് കൊടുത്തപ്പോൾ അത് ഇവിടുന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷാഡോ ആണ് സാധാരണ ചെയ്യൽ. ഷാഡോ ഡ്രോപ്പ് ചെയ്താലും ഒന്നുകൂടി 3D എടുത്ത് കാണിക്കണമായിട്ട് തോന്നും. വേണമെങ്കിൽ അത് ഇത് ഒന്നുകൂടി ഡാർക്ക് തീം ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ഗ്ലോ എഫക്റ്റ്. അപ്പോൾ നമുക്കൊന്നും കൂടി ലെജിബിളായിരിക്കും, കാണുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ലെജിബിളായിരിക്കും. സോ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക. ഡ്രോപ്പ് ഷാഡോ അതേപോലെ എത്ര ഡിസ്റ്റൻസ് കാര്യങ്ങൾ വേണ്ടത്, സൈസ് കാര്യങ്ങൾ വേണ്ട രീതി കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അതേപോലെ ലോഗോ ഒക്കെ ഞാനൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഡള്ള് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ന്യൂറോലിങ്കിൻ്റെ എഫക്റ്റ് കിട്ടണം, അതുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്കൊരു ബ്രെയിനിൻ്റെ മറവി എന്നുള്ള ഒരു രീതിയിൽ വേണമെന്നുള്ളതുകൊണ്ട് എനിക്കൊരു മറവിൻ്റേത് വേണം.
അപ്പോൾ ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കോൺസെപ്റ്റാണ് അത് എങ്ങനെ വേണം നമ്മളെ തമ്പനെയിൽ കാണാം. അപ്പോൾ ജസ്റ്റ് വെറുതെ ട്രാവലാണെങ്കിൽ ആ ട്രാവൽ ഫോട്ടോസ് വെക്കേണ്ട ഒരു ബാക്കിൽ ജസ്റ്റ് നമുക്ക് ആൾക്കാരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തന്നെ തോന്നുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ട്രാവൽ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കേണ്ടി വരും. അതൊരു കോളേജ് ആക്കിയിട്ടോ വെച്ചിട്ടോ ഇതാക്കേണ്ടി വരും. പിന്നെ നിങ്ങളെ ഫോട്ടോ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ളൊരു ഇത് കാണിക്കേണ്ടത് ജസ്റ്റ് സ്ട്രോക്ക് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ എടുത്ത് കാണിക്കും ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ ഒന്ന് ലൈക്ക് 3D എഫക്റ്റ് പോലെ അല്ലെങ്കിൽ 2D എഫക്റ്റ് പോലെ സ്റ്റിക്കർ പോലെ നിങ്ങൾ എടുത്ത് കാണിക്കും. പിന്നെ അതേപോലെ ലോഗോ എടുത്ത് കാണിക്കാൻ ഞാൻ ചെയ്തത് ജസ്റ്റ് ഗ്ലോ എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓവറായി തോന്നുന്നില്ല, കറക്റ്റ് ആൾക്കാർക്ക് എലിജിബിൾ ആയിട്ടുള്ള കാണുകയും ചെയ്യും. ഇത് തന്നെ ഞാൻ ഫോണിൽ ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇത് ജസ്റ്റ് സേവേഴ്സ് എന്നുണ്ടാവും, അതായത് ഷിഫ്റ്റ് കൺട്രോൾ എസ് ഓർ കൺട്രോൾ ഷിഫ്റ്റ് എസ്. അത് നോക്കിയാൽ ഇവിടെ വരിക, ജസ്റ്റ് JPEG ഫോം സെലക്ട് ചെയ്യുക. JPEG ആണ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യൽ. ഇത് തമ്പനെയിൽ എന്താ നിങ്ങൾ തമ്പനെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക.